ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സും അതിൻ്റെ പ്രൊനൗൺസിയേഷനുമാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഇൻട്രസ്റ്റോടെയല്ലേ ഇരിക്കുന്നത്? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇതാണ് എ. ഈ റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ് ക്യാപിറ്റൽ ലെറ്റർ എ. ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ് സ്മോൾ ലെറ്റർ എ. ഇനി നമുക്കിതെങ്ങനെ എഴുതുന്നത് എന്ന് നോക്കണ്ടേ? മക്കളെല്ലാവരും റെഡിയല്ലേ എഴുതാനായിട്ട്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതുന്നത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ എ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ എ എഴുതുന്നത്. ഇനി നമുക്ക് എ എന്ന ലെറ്ററിൻ്റെ സൗണ്ട് എന്താണെന്ന് പഠിക്കാം. എ എന്ന ലെറ്ററിന് എ എന്ന സൗണ്ടും ആ എന്ന സൗണ്ടുമുണ്ട്. എ എ ആ ആ. ഇനി നമുക്ക് എ എന്ന ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണല്ലേ? ആപ്പിൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇതെങ്ങനെ വായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എ ആപ്പിൾ. എയുടെ കൂടെ പിയും കൂടി ചേർന്ന് വന്നപ്പോൾ ആപ്പിൾ. ഇനി നമുക്ക് എ വെച്ചിട്ട് തുടങ്ങുന്ന മറ്റൊരു വേർഡ് കൂടി നോക്കാം. ഇവിടെ എന്ത് പിക്ചറാണ് മക്കൾക്ക് കാണാൻ സാധിക്കുന്നത്? എല്ലാവരും യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണല്ലേ? ഇതിൻ്റെ പേരെന്താണ്? എയ്റോപ്ലെയിൻ. എയുടെ കൂടെ ഈ കൂടി ചേർന്ന് വന്നപ്പോൾ എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ. ഇനി നമുക്ക് അടുത്ത ലെറ്ററിലോട്ട് പോകാം. അടുത്ത ലെറ്റർ ഏതാണ്? ബി ആണല്ലേ? അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ബി. ബിയുടെ സൗണ്ട് എന്താണ്? ബി എന്ന ലെറ്ററിൻ്റെ സൗണ്ട് ബ്. ഇനി ബി കൊണ്ട് വരുന്ന കുറച്ച് വേർഡ്സുകൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ? ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്? മക്കളൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലേ? ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേര് ബാറ്റ് ആണല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതെഴുതുക? BAT ബാറ്റ്. ബിയുടെ സൗണ്ട് ബ്. അതിൻ്റെ കൂടെ എയും ടിയും കൂടി വന്നപ്പോൾ ബാറ്റ്. ബിയുടെ കൂടെ എ കൂടി വന്നപ്പോൾ ബാറ്റ്. ബാറ്റ്. ഇനി നമുക്ക് ബി വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇവിടെ സുന്ദരിയായ ഒരു ബട്ടർഫ്ലൈയുടെ ചിത്രം മക്കൾ കണ്ടില്ലേ? ബട്ടർഫ്ലൈ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? BUTTERFLY എന്നാണ്. ബിയുടെ കൂടെ യു കൂടി വന്നപ്പോൾ ബട്ടർഫ്ലൈ എന്ന് വായിക്കും. യുവിൻ്റെ സൗണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല, അത് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ബിയുടെ കൂടെ യു കൂടി വന്നപ്പോൾ ബട്ടർഫ്ലൈ. BU ബട്ടർഫ്ലൈ എന്ന് വായിക്കും. ബി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ബി. ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാണ് മക്കളെ? സി ആണല്ലേ? ക്യാപിറ്റൽ ലെറ്റർ സി ആൻഡ് സ്മോൾ ലെറ്റർ സി. സിയുടെ സൗണ്ട് എന്താണ്? സിയുടെ സൗണ്ട് കെ എന്നാണ്. കെ എന്നാണ് സിയുടെ സൗണ്ട്. നമുക്ക് സി വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പഠിച്ചാലോ? മക്കൾക്ക് ഇവിടെ എന്താണ് കാണാൻ കഴിയുന്നത്? നല്ല സുന്ദരിയായൊരു പൂച്ചക്കുട്ടിയെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? പൂച്ചയ്ക്ക് ഇംഗ്ലീഷിൽ എന്താണ് വേർഡ്? പൂച്ചയ്ക്ക് ഇംഗ്ലീഷിൽ ക്യാറ്റ് എന്നാണ് പറയുക. CAT ക്യാറ്റ്. സിയുടെ സൗണ്ട് കെ. അതിൻ്റെ കൂടെ എ കൂടി ചേർത്ത് വന്നപ്പോൾ ക്യാറ്റ്. ഇനി നമുക്ക് സി വെച്ചിട്ടുള്ള മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഇവിടെ നിങ്ങൾ കറുത്തിരുണ്ട ഒരു കാക്കയെ കാണുന്നില്ലേ? കാക്കയ്ക്ക് ഇംഗ്ലീഷിൽ ക്രോ എന്നാണ് പറയുക. മക്കളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് ക്രോ. CROW ക്രോ. സിയുടെ സൗണ്ട് കെ. അതിൻ്റെ കൂടെ ROW ചേർന്ന് വന്നപ്പോൾ ക്രോ. ഇനി നമുക്ക് സി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ സി ആൻഡ് സ്മോൾ ലെറ്റർ സി. ഇനി നമുക്ക്
അടുത്ത ലെറ്റർ പഠിച്ചാലോ? അടുത്ത ലെറ്റർ ഏതാണ് മക്കളെ? ഡി ആണല്ലേ അടുത്ത ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ ഡി ആൻഡ് സ്മോൾ ലെറ്റർ ഡി. ഇനി നമുക്ക് ഡി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ഡി ആൻഡ് സ്മോൾ ലെറ്റർ ഡി. ഡിയുടെ സൗണ്ട് ഡ. ഡ ഡി എന്നാണ് ഡിയുടെ സൗണ്ട്. ഇനി നമുക്ക് ഡി വെച്ചിട്ട് കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ നിങ്ങൾ നല്ലൊരു പിക്ചർ കാണുന്നില്ലേ? ഇവിടെ എന്ത് പിക്ചറാണ് കാണുന്നത്? നല്ലൊരു ഡോഗിൻ്റെ പിക്ചറാണല്ലേ. ഡോഗ് എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഡി ഒ ജി. ഡിയുടെ സൗണ്ട് ഡ. അതിൻ്റെ കൂടെ ഓയും ജിയും കൂടി വന്നപ്പോൾ ഡോഗ്. ഡോഗ്. ഇനി ഡി വെച്ചിട്ടുള്ള മറ്റൊരു വേർഡ് കൂടി നമുക്ക് പഠിക്കാം. ഡോൾ. ഇവിടെ നല്ലൊരു ഡോളിൻ്റെ പിക്ചർ മക്കൾ കാണുന്നില്ലേ? ഡോൾ എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? DOLL ഡോൾ. ഡിയുടെ സൗണ്ട് ഡ. അതിൻ്റെ കൂടെ ഓ കൂടി ചേർത്ത് വന്നപ്പോൾ ഡോ. ഡോൾ. ഇനി നമുക്ക് അടുത്ത ലെറ്റർ പഠിക്കാം. അടുത്ത ലെറ്റർ ഏതാണ്? ഇ ആണല്ലേ അടുത്ത ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ ഇ ആൻഡ് സ്മോൾ ലെറ്റർ ഇ. ഇയുടെ സൗണ്ട് എ. എ എന്നാണ് ഇയുടെ സൗണ്ട്. ഇനി നമുക്ക് ഇ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ഇ ആൻഡ് സ്മോൾ ലെറ്റർ ഇ. ഇനി നമുക്ക് ഈ വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സ് പഠിക്കാം. ഇവിടെ എന്താണ് മക്കൾക്ക് കാണാൻ പറ്റുന്നത്? നല്ല 2 എഗ്ഗിൻ്റെ പിക്ചറാണ് കാണാൻ പറ്റുന്നതല്ലേ. എഗ്ഗ് എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? EGG. ഇയുടെ സൗണ്ട് എ. അതിൻ്റെ കൂടെ ജി കൂടി വന്നപ്പോൾ എഗ്ഗ്. എഗ്ഗ്. ഇനി നമുക്ക് അടുത്ത ലെറ്റർ ആയിട്ടുള്ള എഫ് പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. എഫിൻ്റെ സൗണ്ട് എന്താണ്? ഫെ. ഫെ എന്നാണ് എഫിൻ്റെ സൗണ്ട്. ഇനി നമുക്ക് എഫ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ എഫ് ആൻഡ് സ്മോൾ ലെറ്റർ എഫ്. ഇനി നമുക്ക് എഫ് വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. മക്കൾക്ക് എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? നല്ല ഭംഗിയുള്ളൊരു ഫിഷിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതല്ലേ. നമുക്ക് ഫിഷ് എന്ന് എഴുതി നോക്കാം. FISH ഫിഷ്. എഫിൻ്റെ സൗണ്ട് ഫെ. അതിൻ്റെ കൂടെ ഐ കൂടി വന്നപ്പോൾ ഫി. ഫിഷ് എന്നായി. ഇനി നമുക്ക് എഫ് വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി നോക്കാം. നല്ലൊരു ഫ്ലവറിനെ ഇവിടെ കാണാൻ പറ്റുന്നില്ലേ മക്കൾക്ക്? ഫ്ലവർ എന്ന് എങ്ങനെയാണ് നമ്മൾ എഴുതുക? FLOWER. എഫിൻ്റെ സൗണ്ട് ഫെ. അതിൻ്റെ കൂടെ LOWER കൂടി വന്നപ്പോൾ ഫ്ലവർ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ജി പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ ജി ആൻഡ് സ്മോൾ ലെറ്റർ ജി. ജിയുടെ സൗണ്ട് എന്താണ്? ജിയുടെ സൗണ്ട് ഗ. ഗ. ഗ എന്നാണ് ജിയുടെ സൗണ്ട്. ഇനി നമുക്ക് ജി എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ജി ആൻഡ് സ്മോൾ ലെറ്റർ ജി. ഇനി നമുക്ക് ജി വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഇവിടെ മക്കൾക്ക് നല്ലൊരു ഗോട്ടിനെ കാണാൻ പറ്റുന്നില്ലേ? ഗോട്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? GOAT. ഗോട്ട്. ജിയുടെ സൗണ്ട് ഗ. അതിൻ്റെ കൂടെ OAT കൂടി വന്നപ്പോൾ ഗോട്ട്. ഗോട്ട്. ഇനി നമുക്ക് ജി വെച്ചിട്ട് മറ്റൊരു വാക്ക് കൂടി പഠിക്കാം. ഇവിടെ നല്ലൊരു പെൺകുട്ടിയെ മക്കൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? എന്താണ് പെൺകുട്ടിക്ക് ഇംഗ്ലീഷിൽ പറയുക? ഗേൾ. ഗേൾ എന്നാണല്ലേ. ഗേൾ എന്ന് നമ്മൾ എങ്ങനെയാണ് എഴുതുക? GIRL. ഗേൾ. ജിയുടെ സൗണ്ട് ഗ. അതിൻ്റെ കൂടെ IRL കൂടി ചേർന്ന് വന്നപ്പോൾ ഗേൾ. ഇനി നമുക്ക് അടുത്ത ലെറ്റർ ആയിട്ടുള്ള എച്ച് പഠിക്കാം. ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആൻഡ് സ്മോൾ ലെറ്റർ എച്ച്.
എച്ചിൻ്റെ സൗണ്ട് എന്താണ്? എച്ചിൻ്റെ സൗണ്ട് ഹേ. ഹേ ഹേ എന്നാണ് എച്ചിൻ്റെ സൗണ്ട്. ഇനി നമുക്ക് എച്ച് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആൻഡ് സ്മോൾ ലെറ്റർ എച്ച്. എച്ച് വെച്ചിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ നമുക്ക് പഠിക്കാം. ഇവിടെ മക്കൾ നല്ലൊരു ഹെലികോപ്റ്ററിൻ്റെ പിക്ചർ കാണുന്നില്ലേ? ഹെലികോപ്റ്ററിൻ്റെ ആദ്യത്തെ ലെറ്റർ ഏതാണ്? എച്ച് ആണല്ലേ. നമുക്കിതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. HELICOPTER ഹെലികോപ്റ്റർ. എച്ചിൻ്റെ സൗണ്ട് ഹേ. അതിൻ്റെ കൂടെ ഇ കൂടി വന്നപ്പോൾ ഹെലികോപ്റ്റർ. ഇനി നമുക്ക് എച്ച് വെച്ചിട്ട് മറ്റൊരു വേർഡ് കൂടി പഠിക്കാം. ഹാറ്റ്. ഹാറ്റ്. മക്കളെല്ലാവരും തൊപ്പി വെക്കാറില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? HAT ഹാറ്റ്. എച്ചിൻ്റെ സൗണ്ട് ഹേ. അതിൻ്റെ കൂടെ എയും ടിയും കൂടി വന്നപ്പോൾ ഹാറ്റ്. 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 അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ലെറ്റേഴ്സും സൗണ്ട്സും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും വേർഡ്സുകൾ അവയുടെ സൗണ്ട്സ് ഉപയോഗിച്ച് വായിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളെല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.